എല്ലാവർക്കും ഗുരുനാഥ ചാനലിലേക്ക് സ്വാഗതം. കന്നിമാസത്തിലെ കറുത്തവാവ് കഴിഞ്ഞ് ശുക്ലപക്ഷ പ്രഥമ മുതൽ നവമി വരെ ഉള്ള 9 ദിവസങ്ങളാണ് കേരളത്തിൽ നവരാത്രി ആഘോഷമായി കൊണ്ടാടുന്നത്. അമാവാസി മുതൽ വ്രതം ആരംഭമായി. സർവേശ്വരിയായ ദേവിയുടെ പ്രധാന പൂജയാണ് നവരാത്രി പൂജ. നവരാത്രികളിൽ ആദ്യത്തെ 3 ദിവസം ദേവിയെ കാളിയായും, അടുത്ത 3 ദിവസം ദേവിയെ ലക്ഷ്മിയായും, ഒടുവിലത്തെ 3 ദിവസം സരസ്വതിയായും ആരാധിക്കുന്നു. ദേവീ പ്രസാദം നേടാനുള്ള ഉത്തമ പൂജയും വ്രതവുമാണ് നവരാത്രി വ്രതം. ദേവന്മാരും ഋഷിമാരും മനുഷ്യരും രാജാക്കന്മാരും എല്ലാം തന്നെ ഈ പൂജ നടത്തി ദേവീ പ്രസാദം നേടിയിട്ടുണ്ടെന്ന് പുരാണങ്ങൾ പറയുന്നു. വ്രതാനുഷ്ഠാനത്തോടെയുള്ള പൂജയായിരിക്കണം. ഏത് ചിന്തയോടുകൂടി ഏതു ഫലപ്രാപ്തിക്കായി വ്രതാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുവോ, പൂജ നടത്തുന്നുവോ, ആ സിദ്ധി ലഭിക്കുമെന്നത് ഈ പൂജാസിദ്ധിയുടെ പ്രത്യേകതയാണ്. ക്ലേശ നിവാരണത്തിന് ദേവീ പൂജയും ദേവീ മാഹാത്മ്യ പാരായണവും ഉത്തമമാണ്. മുക്തിമാർഗത്തിലേക്കുള്ള ഒരു വഴി തുറന്നു കാട്ടുന്നതും കൂടിയാണ് ദേവീ പൂജയും ദേവീ ആരാധനയും ദേവീ മാഹാത്മ്യ പാരായണവും. ദുർഗാഷ്ടമി ദിവസം ഗ്രന്ഥം വയ്പും, നവമി ദിവസം ആയുധപൂജ, ഗ്രന്ഥപൂജ എന്നിവയും, വിജയദശമി ദിവസം ഗ്രന്ഥം എടുക്കലും വിദ്യാരംഭവും. വിദ്യാരംഭ ദിവസം തൊഴിലാരംഭ ദിവസമായും കണക്കാക്കാം. ഏത് ശുഭകർമ്മത്തിനും നല്ല ദിവസം എന്ന് സാരം. 9 ദിവസവും വ്രതം അനുഷ്ഠിക്കുന്നവരുണ്ട്. സപ്തമി, അഷ്ടമി, നവമി ഈ 3 ദിവസം പൂർണ്ണവ്രതം അനുഷ്ഠിക്കുന്നവരും ഉണ്ട്. വിദ്യാരംഭം ഒരു സംസ്കാരമാണ്, ആചാരമാണ്. മനുഷ്യജീവിതത്തിൽ പിറവി മുതൽ മരണം വരെ അനുഷ്ഠിക്കേണ്ട വിവിധ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. പേരിടൽ, ചോറൂണ്, വിദ്യാരംഭം എല്ലാം പ്രാഥമിക ചടങ്ങുകളിൽ പെടുന്നതാണ്. വിദ്യാരംഭത്തിന് ആദ്യാക്ഷരം കുറിക്കുക, എഴുത്തിനിരുത്തുക എന്നൊക്കെയാണ് ഗ്രാമീണ ഭാഷയിൽ പറയുക. അറിവിൻ്റെ പാതയിലേക്കുള്ള മനുഷ്യജീവന്റെ ആദ്യ ചുവടുവയ്പ്പാണ് വിദ്യാരംഭം. അതുകൊണ്ട് അതിന് ഏറെ പ്രസക്തിയുണ്ട്. ഈശ്വരചിന്തയോടുകൂടി തുടങ്ങുന്ന ഏതൊരു കർമ്മവും പവിത്രമാണ്. യോഗത്തിന്റെ മഹാസാധനയായ ഷഡാധാരങ്ങളിൽ കൂടി അക്ഷരലോകത്തിന്റെ മഹാസാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നതായി ദർശിക്കാം. നവരാത്രി പൂജാകാലത്ത് ദേവീ പൂജയും ഹോമവും കന്യാപൂജയും ബ്രാഹ്മണ ഭോജനവും ഒരുപോലെ നടത്തുന്നതായാൽ നവരാത്രി പൂജ പൂർണ്ണമാകുന്നു. മാത്രമല്ല, പൂജാസാഫല്യം ലഭിക്കുന്നു എന്നുകൂടി നാം ഓർമ്മിക്കണം. ഏതുദ്ദേശത്തിലാണോ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ആ ഉദ്ദേശം സാധിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ, സർവാഭീഷ്ടദായിനിയായ ദേവി ഭക്തന്റെ സകലവിധ ദുഃഖങ്ങളും ഇല്ലാതാക്കി തീർക്കുന്നതിൽ അതീവ തൽപരയാണ്. ചുരുക്കത്തിൽ, നവരാത്രി പൂജ നടത്തുന്നവർക്ക് ജഗദംബ അഭീഷ്ടം പ്രദാനം ചെയ്യുകയും ഭക്തിയും മുക്തിയും പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന് തീർച്ച. സ്നേഹനിധിയായ, വാത്സല്യനിധിയായ, വരദായിനിയായ അമ്മ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. എല്ലാവർക്കും നമസ്കാരം.